ഹലോ, വെൽക്കം ടു ഖത്തർ നേരമ്പോക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ഹോം ടൂറാണ് കാണിക്കുന്നത്. ഞങ്ങൾ ഖത്തറിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള വീടാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഇത് ഫസ്റ്റ് തുടങ്ങുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു വോൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കൺസ്ട്രക്ഷൻ പോലും കംപ്ലീറ്റഡ് ആയിരുന്നില്ല. അവിടുന്ന് ഞങ്ങൾ ഇത്രയും ഒക്കെ ആക്കിയെടുത്ത് ഒരു A to Z ഫ്രം ദ സ്ക്രാച്ചാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. എല്ലാം ഞങ്ങൾ ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് കാണാം അല്ലേ? കാണിച്ചു കൊടുക്കാം. നമ്മുടെ വെസ്റ്റ് വെയിലാണ്, നിയർ ടു കോർണിഷ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കോർണിഷ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ വെരി ക്ലോസ് ടു വെസ്റ്റ് വേ. അപ്പോൾ ഭയങ്കര നല്ല ഒരു പ്രൈം ലൊക്കേഷനിൽ തന്നെ നമുക്ക് കിട്ടി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കുള്ള ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഫുൾ എൻറ്റയർ ഞങ്ങളുടെ ഹൗസും കാണിച്ചു തരാം. ബാ, നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള സ്റ്റെപ്സാണിത്. ഈ സ്റ്റെയർ കേസ് കയറി വേണം നമ്മുടെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഇതുണ്ടോ, സ്റ്റെയർ കേസ് കയറുന്ന വഴി മൊത്തം ഇതുപോലെ ഞങ്ങൾ മണി പ്ലാന്റ്സും ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടൊരു പെൻറ്റ് ഹൗസിലാണ്. അപ്പോൾ ഇവിടെ വേറൊരു റൂമും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ഡോറ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വച്ചിട്ടുള്ളത് ഞങ്ങൾ ഷൂസൊക്കെ വെക്കാനായിട്ടുള്ള ഷൂ റാക്കുകളാണ്. ഇതിപ്പോൾ അതൊന്ന് കാണിച്ചിട്ട് ഇതുണ്ടോ, ഇതുപോലെ ഷൂസ് വെച്ചിട്ടുണ്ട് ഇവിടെ മൂന്നെണ്ണത്തിലും. ഇവിടെയും ഇങ്ങനൊരു ചെറിയ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഡ്രസ്സൊക്കെ വിരിച്ചിടാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് ഡോർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. കമോൺ, ഇതാണ് ഞങ്ങൾ ഖത്തറിലെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഞങ്ങളുടെ വീടാണ്. ഞാനും ഐസക്കും കൂടിയാണ് ഇവിടുത്തെ A to Z എല്ലാ സാധനങ്ങളും വാങ്ങിച്ചേക്കുന്നത്. ക്യൂട്ട് ഹാൻഡിൽ കവേഴ്സ് വരെ ഞങ്ങൾ വാങ്ങിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതിങ്ങനെ ഇവിടെയാണ് ഞങ്ങളുടെ കീസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നത്. വാൽ തുറന്ന് വന്ന ഉടനെ നിങ്ങൾ ഈ കാണുന്ന ക്യൂട്ട് പ്ലാന്റ്സും പോട്ട്സും എല്ലാം ഞങ്ങൾ ഇവിടുന്ന് 2-3 കടകളിലൊക്കെ പോയിട്ട് നോക്കി വാങ്ങിച്ചേക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. ഈ കോർണർ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഐക്യന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ചെടികൾ ഞങ്ങൾ പല പല എടുത്തായിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങനത്തെ ഡെക്കർ ഐറ്റംസ് ഒക്കെ കൂടുതലും ഞങ്ങൾ തെമ്മൂന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ കുഞ്ഞ് ഡോളൊക്കെ ഇതൊക്കെ കണ്ടത് ഞങ്ങളുടെ മെമ്മറി ഡോളാണ്. ഇത് ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ നമ്മളെന്തായാലും അറബി നാട്ടിലാണല്ലോ, അവിടുത്തെ ഒരു നൊസ്റ്റൈറ്റാണ്. ഇവിടുത്തെ ഒരു ലാമ്പാണ്. പിന്നെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടുള്ളത്. ഇതൊക്കെ കണ്ടോ, അതൊക്കെ ഐസക്കിൻ്റെ ഓരോ സംഭവങ്ങളാണ്. മിനി ഡോറാണ് സ്വിച്ച് ബോർഡിലേക്കുള്ള. പിന്നെ ഇതെല്ലാം നമ്മൾ ഐക്യന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്, ഈ ബൾബും എല്ലാം. പിന്നെ ഇതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. കുറേ നല്ല ഓർമ്മകളാണ്. ഞങ്ങൾ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ വന്ന സമയത്ത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് എല്ലാം ഞങ്ങൾ ആദ്യം തൊട്ട് വാങ്ങിക്കേണ്ടി വന്നു. അപ്പോൾ ഇത് ഞങ്ങൾ സോഫ കം ബെഡാണ്. ഇപ്പോൾ സോഫയാണ്, നമുക്ക് ബെഡായിട്ടും യൂസ് ചെയ്യാം. താഴെ ഇങ്ങനെ സ്റ്റോറേജ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലെല്ലാം യൂസ് ചെയ്യും. ഈ പില്ലോസ് എല്ലാം ഐക്യെന്നാണ് വാങ്ങിച്ചത്. ഇതും ഐക്യെന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഇതെനിക്ക് ഐസക്ക് വാലന്റൈൻസ് ഡേക്ക് തന്ന ഒരു ഇതാണ്. ഇത് ഒറിജിനൽ ഫ്ലവർ ആയിരിക്കും, പക്ഷേ ഇതിങ്ങനെ ഇരിക്കും. ഇത് ചീത്തയായൊന്നും പോവില്ല, അത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ ലാമ്പൊക്കെ ഞങ്ങൾ ഇതുപോലെ ഐക്യെന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ സെപ്പറേറ്റ് വാങ്ങിച്ച് ഓരോന്ന് ആഡ് ചെയ്തേക്കാം. ഇതുപോലെ ഒരു ടോയ് കോർണർ പോലെ ഞങ്ങൾ സെറ്റ് ചെയ്യാനാണ്. അപ്പം ഇനി അതിൽ ടോയ്സൊക്കെ വരും കേട്ടോ. പിന്നെ ഇതൊക്കെ കണ്ടോ, ഇതുവരെ ഈ കുഞ്ഞ് സ്റ്റിക്കേഴ്സ് വരെ ഐസൊക്കെ വാങ്ങിച്ച് ഒട്ടിച്ചേക്കുന്നതാണ്. ഓരോ സ്വിച്ചിൻ്റെ അടുത്തും ഇങ്ങനെ എന്തെങ്കിലും കുരങ്ങനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റേ. ഏണ്ടോ, ഇതൊക്കെ ഞങ്ങൾ തെമ്മൂന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കേട്ടോ ഇത്. പിന്നെ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇത് ഞങ്ങളുടെ കാക്ടസ് കോർണറാണ്. ഞങ്ങളിത് ഫുൾ കാക്ടസ് സക്ലൻസ് പ്ലാന്റ്സ് ആണ് ഇതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് വീട്ടിൽ കാണാൻ പറ്റുന്ന ഒരു കോമൺ ഐറ്റാണ് മണി പ്ലാന്റ്. ഞങ്ങൾ ഡോറിൽ വരെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇവിടെ പറയുന്നത് ഇത് വോൾ ക്ലോക്കാണ്. ഇത് ആക്ച്വലി സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി വേണമെന്നുള്ള രീതിയിലാണ് ഞങ്ങളിത് ചെയ്തത്. പിന്നെ ഇത് ഐസക്കിൻ്റെ പരിപാടിയാണ്. ഐസക്കിൻ്റെ ഓഫീസ് സ്റ്റാഫാണ്. ഐസക്കിൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള ഫോട്ടോസാണ് ആ ഒരു വോളിൽ മൊത്തം. പിന്നെ ഇത് ഞങ്ങളുടെ മെമ്മറി വോളാണ് കേട്ടോ. ഇത് ഭയങ്കര എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്പോട്ടാണ്. ഞങ്ങളുടെ ഓരോ ഇമ്പോർട്ടൻ്റ് ഓരോ സംഭവങ്ങളും അത് ഡേറ്റും സ്ഥലമൊക്കെ എഴുതിയിട്ട് ഞങ്ങളിവിടെ പിൻ ചെയ്ത് വെക്കലുണ്ട്. പിന്നെ ഇത് ആക്ച്വലി ഒരു ഫ്ലോപ്പായിട്ടുള്ളൊരു സംഭവമാണ്. ഞങ്ങളിത് കിച്ചണിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസിലേക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷെ ഞങ്ങൾ ഡൈമെൻഷൻസ് നോക്കാതെ പോയി, വലുതായിപ്പോയി. പിന്നെ ഇവിടെ വെച്ചാൽ പക്ഷേ ഇത് ആക്ച്വലി ഇവിടെ ഇരുന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ക്യാൻഡിൽ സ്റ്റാൻഡൊക്കെ ഇതാണ് നൈസ് വാങ്ങിച്ചേ. ഹോം ഡെക്കറിൽ നിന്ന് എന്തോ വാങ്ങിച്ചാണ് കേട്ടോ. ഇതൊക്കെ ഐക്യെന്നാണ്. നല്ല നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പല ഷേപ്പിലായിട്ടാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഞങ്ങൾ മണി പ്ലാന്റ്സ് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഐസൊക്കെ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. പിന്നെ നിങ്ങൾ പൊക്കത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ കുറേ ചെടികൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ തന്നെ ഇത് എന്താണ് തൂക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ പിടിപ്പിച്ച് ഞങ്ങൾ തന്നെ ഇത് സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇതാണ് ഇത്രയും വലിയ കാർപ്പറ്റൊക്കെ ഇരിച്ച് ഞങ്ങൾ ഈ റൂം ഞങ്ങൾക്ക് ഒരു കംഫി ആയിട്ടുള്ള രീതിയിലാണ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 1 BHK ആണ്. അപ്പം നിങ്ങളിപ്പോൾ കണ്ടത് ഹോളാണ്. നമുക്കിനി നമ്മുടെ ബെഡ്റൂമിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ബെഡ്. ഇത് ഞങ്ങൾ ഒരുപാട് നോക്കി, കുറേ നോക്കിയിട്ട് അതിൽ ഇഷ്ടപ്പെട്ട ഒരു ടൈം എനിക്കിങ്ങനെ കേർട്ടൻസ് വേണമെന്നുണ്ടായിരുന്നു. കൊച്ചിലോട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കേർട്ടൻസൊക്കെ ഉള്ള ബെഡ്. അപ്പോൾ അങ്ങനെ കേർട്ടൻസൊക്കെ വെച്ച് ലൈറ്റൊക്കെ ചുറ്റി ഒരു ഫെയറി ആംബിയൻസിലാണ് ഞങ്ങളിത് ഇട്ടേക്കുന്നത് ബെഡ്. പിന്നെ ഇവിടെ എന്ന് പറയുന്ന നേരത്ത് ഒരുപാട് ഇത് അത്യാവശ്യം വലിയ ബെഡ്റൂമാണ്. പക്ഷെ ആ ഒരു വലുപ്പം തോന്നിക്കാത്തത് ഞങ്ങൾ ഒരുപാട് ഫേർണിച്ചേഴ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതിൻ്റെ ഒപ്പം മാച്ചായിട്ട് ഞങ്ങൾ ഐക്യെന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇപ്പുറത്ത് വരാൻ നേരത്ത് കുഞ്ഞു പ്രെയർ ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യൽ. പിന്നെ ഇത് ഞങ്ങളുടെ ഒരു പെർഫ്യൂം സ്റ്റാൻഡാണ്. ഞങ്ങളുടെ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെയാണ് കീപ്പ് ചെയ്യുന്നത്. പൊക്കത്ത് നിങ്ങൾക്ക് ഒരു മണി പ്ലാന്റ് വെക്കാനായിട്ട് ഞങ്ങളൊരു ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ തേക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും. എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഇവിടെ ഒരിടത്തും സാധനം വെക്കാനായിട്ട് ഷെൽഫില്ലല്ലോ അല്ലെങ്കിൽ തുണി വയ്ക്കാനായിട്ട് സാധനം ഇല്ലല്ലോ എന്ന് തോന്നില്ല. കാരണം അതിനും മാത്രം ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതെല്ലാം ചെയ്ത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളുടെ ബുക്സും പിന്നെ ഇത് എൻ്റെ സാധനങ്ങളാണ്. എൻ്റെ ഹെയറിൻ്റെയും പിന്നെ എൻ്റെ മേക്കപ്പ് ബോക്സും കാര്യങ്ങളും മോയ്സ്ചറൈസേഴ്സൊക്കെയാണ്. പിന്നെ ഇതിലൊക്കെ ഞങ്ങളുടെ ബുക്സും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ സ്റ്റോറേജാണ് കേട്ടോ. ഐസക്കിൻ്റെ പ്രോട്ടീൻ പൗഡറും ജിം സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ നിന്നിട്ടാണ് ഞാൻ പൊതുവേ മേക്കപ്പ് ചെയ്യാറ്. ഒരു കുഞ്ഞു മിററൊക്കെ ഉണ്ട്. പൊക്കത്തൊരു ക്ലോക്ക്. ഐസക്ക് നിർബന്ധമാണ് എല്ലാ റൂമിലും ക്ലോക്ക് വേണമെന്നതുകൊണ്ട് ഇത് എല്ലാ റൂമിലും ഞങ്ങൾക്ക് ക്ലോക്ക് ഉണ്ട് കേട്ടോ. ഇത് ഈ ഒരു സംഭവം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് പെയിൻ്റൊക്കെ അടിച്ചൊന്ന് റെഡിയാക്കി എടുത്തെന്നുള്ളൂ. ഇതിവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അത്യാവശ്യം വലുതാണ് ഈ അൽമാര, ഭയങ്കര വലുതാണ്. ഇനിയാണ് ഇവിടുത്തെ ഈ റൂമിൽ ഏറ്റവും കൂടുതൽ സ്പേസ് എടുക്കുന്നതും ഏറ്റവും കൂടുതൽ സംഭവം ഇത് ഐസക്കിൻ്റെ. നിങ്ങൾ ഈ കാണുന്ന മൊത്തം ഈ ഒരു സ്ഥലം തൊട്ട് ഇങ്ങനെ വന്ന് ഈ എല്ലാം ഐസക്കിൻ്റെ ഉടുപ്പുകളാണ്. ഐസക്കിന് മടക്കി വെക്കുന്ന ഇഷ്ടമല്ല, ചുളിവൊക്കെ വീഴുന്നതുകൊണ്ട് ഇങ്ങനെ തൂക്കിയിടാനാണ് ഇഷ്ടം. ഇത് മൊത്തം ഐസക്കിൻ്റെ ഉടുപ്പാണ്. ഒരു കളർ കോഡിലും ഇതിലൊക്കെയാണ് ഈ ഐസക്ക് ഉടുപ്പൊക്കെ ഇടുന്നത്. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ അധികം ഉടുപ്പുകൾ തൂക്കാറില്ല, അതുകൊണ്ട് കാണിക്കുന്നില്ല. എനിക്ക് കുറച്ച് ഉടുപ്പുള്ളൂ ഇവിടെ. പിന്നെ ഇവിടെ ഈ ബോക്സിൽ ഞങ്ങളുടെ മെമ്മറി ബോക്സാണ്. ഞങ്ങൾ കണ്ടു തൊട്ട് ഇപ്പോഴുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു മെമ്മറീസൊക്കെ കീപ്പ് ചെയ്യുന്ന ബോക്സാണ് ഇതുപോലെ തന്നെ ഞങ്ങൾ കൂടുതലും ഇത് വയ്ക്കുന്നത് നമ്മുടെ ബെഡ്ഷീറ്റും ബെഡിങ്ങിൻ്റെ ഒക്കെ സംഭവങ്ങളാണ് ഇതിൽ ഫുള്ള് വെച്ചേക്കുന്നത്. പിന്നെ അത് ജസ്റ്റ് ഒരു ഭംഗിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങോട്ട് വാങ്ങിച്ചു വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ റൂമിലുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റൂം. ഇതുണ്ടോ ഐസക്കിൻ്റെ വാച്ച് കളക്ഷനും ഉണ്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കിച്ചണിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഡ്രോയിങ് റൂമിൽ നിന്നാണ് കിച്ചണിൽ എൻ്റർ വരുന്നത്.
അപ്പോൾ ഇതാണ് കിച്ചൺ. ഇവിടെ നിന്നാണ് ഞാനും ഐസക്കും കുറേയൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. കാരണം ഇതാണ് കിച്ചൺ ഐലൻഡ്. ഇത് ഞങ്ങളുടെ കിച്ചൺ ഐലൻഡ് കം ഡൈനിങ് സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡെല്ലാം കഴിക്കുന്നത്. വേറെ സ്ഥലത്തേക്ക് ഫുഡ് അലൗഡ് അല്ല. അതുകൊണ്ട് എന്തായാലും ദിവസത്തിൽ നമ്മളിവിടെ വന്നേ പറ്റുള്ളൂ. പിന്നെ ഇതെല്ലാം ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചാണ്ടോ. ഈ ഫ്രിഡ്ജും ഇതെല്ലാം ഇത് ജസ്റ്റ് ഒരു റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് ഞങ്ങളുടെ ഫ്രിഡ്ജാണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ഞങ്ങൾ ഓരോന്നും വാങ്ങിച്ച് ഓരോ സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് കണ്ടോ, ഇത് നമുക്കിങ്ങനെ കൈ ആക്ച്വലി തുടക്കാനാണ്, പക്ഷേ ഇതിനെ കണ്ട എനിക്ക് തുടക്കാൻ തോന്നില്ല. അതുകൊണ്ട് ഇവനിങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മുടെ റൈസ് കുക്കറും എയർ ഫ്രയറും മിക്സിയും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇവിടെയാണ് പാത്രങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. എന്തിനീ സ്റ്റിക്കറും അതെ ഞങ്ങൾ വാങ്ങിച്ച് ഒട്ടിച്ചതാണ്. ഇത് ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം ഞങ്ങൾ വാങ്ങിച്ച് ഒട്ടിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ ഫിക്സിങ് വീഡിയോ ഒക്കെ ഞാൻ ഇടാം. ഇതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ റെഡിയാക്കുന്നതൊക്കെ ഉണ്ട്. ഇതൊക്കെ ശരിക്കും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാനിതൊക്കെ വാങ്ങിച്ച പൈസക്കിനോട് ചോദിച്ചു എന്തിനാ ഇതിന് മാത്രം വാങ്ങിച്ചിട്ടുണ്ടോ ചോദിച്ചത്. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ യൂസ് അറിയുന്നത്. ഇതെല്ലാം ഐക്യെന്ന് തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ ലുലുന്ന് വാങ്ങിച്ചിട്ടുള്ള മസാലക്കൂട്ടൊക്കെയാണ്. പിന്നെ ഇതിലെല്ലാം മസാല നമ്മൾ നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. മസാലയും അതുപോലെ തന്നെ ഈ ജാറും ഒക്കെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ കത്തി ഈ ഓർഗനൈസറാണ്, നൈഫ് ഓർഗനൈസറാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇത്രയൊക്കെയാണ് നമ്മുടെ കിച്ചണിലുള്ളത്. അടുത്തായിട്ട് കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ, വാഷിംഗ് മെഷീൻ കീപ്പ് ചെയ്തിട്ടുള്ള ഇവിടെയാണ്. ഇവിടെ ഒരു വാഷ് ബേസിനുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സോപ്പും അല്ലെങ്കിൽ ടൂത്ത് ബ്രഷും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് വെച്ചേക്കാണ്. ഇവിടെ ജസ്റ്റ് ഞങ്ങൾ അലക്കി കഴിഞ്ഞാൽ തുണി മടക്കി വയ്ക്കാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ഇതിലാണ് നമ്മൾ വെള്ളം വാങ്ങിക്കുന്നതല്ലോ. അപ്പോൾ വെള്ളം വാങ്ങിച്ച് ഇത് സ്റ്റോർ ചെയ്യാനും ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നതൊക്കെ. പിന്നെ ഇത് നമ്മുടെ ചൂല് ഓർഗനൈസറാണ് ആക്ച്വലി. ഇത് വോളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ. ഇത് ഭയങ്കര അടിപൊളിയാണ്, നല്ല നീറ്റായിട്ട്. അതുപോലെ തന്നെ സ്ഥലവും ഒരുപാട് സേവ് ചെയ്യോട്ടെ ഇതുണ്ടെങ്കിൽ. ഇനി ഇതാണ് നമ്മുടെ ബാത്റൂം. ബാത്റൂം പ്രത്യേകിച്ചൊന്നുമില്ല. ബാത്റൂം മാത്രമേ ഉള്ളൂ. സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് എല്ലാം വെച്ചിട്ട് ബാത്റൂം. ഞങ്ങളെല്ലാം വാതിലിൽ എടുക്കും. ഇതുപോലെ മണി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനിയാണ് ഇവിടുത്തെ മെയിൻ ഇത് മൈക്ക് ടൈസൺ ആണ്. ഐസക്കാണ് ഇതിന് പേര് കൊടുത്തേക്കുന്നത് കേട്ടോ. ഐസക്കാണ് ഇതിനെ നോക്കുന്നത്. അതിങ്ങനെ ഓടി കളിക്കുന്നുണ്ടാവും. ഇനിയാണ് ഈ വീട്ടിലെ മെയിൻ ഹൈലൈറ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചഞ്ചടാ, ഞങ്ങളുടെ ടെറസ് ഗാർഡൻ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വരൂ. ടെറസ് ഗാർഡൻ ഇങ്ങനെ കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ ആൾ ഐസക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയയിലെ ഡോർ. ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് ഈ ഒരു സ്പേസാണ്. അതിൽ തന്നെ നമുക്ക് ഇതുണ്ട്. ഇതിൻ്റെ പൊക്കത്തൊക്കെ ക്ലൈമ്പിംഗ് പ്ലാന്റ്സ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഒട്ടിച്ച സ്റ്റിക്കറാണ്. പക്ഷേ ഇത് ഇവിടുത്തെ വെയിൽ കാരണവും കാറ്റ് കാരണവും ഇത് ഇരിക്കുന്നില്ല കേട്ടോ. ഇത് പറഞ്ഞു പോരാണ്. ഇവിടെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് മുളകുണ്ട്, വേപ്പിലയുണ്ട്, മിൻറ്റുണ്ട്, പനിക്കൂർക്കയുണ്ട്, അലോവേറ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് ഞങ്ങളുടെ വേപ്പിലാണ്. ഇതൊക്കെ ചെറുതായിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചപ്പോഴത്തേക്ക്. ഇപ്പം ഇത്ര ഈ പൊക്കത്തിലായിട്ടുണ്ട് വേപ്പ്. ഈ വേപ്പിലയുടെ സൈഡിൽ കിടന്ന് ഈ ചെടിയുണ്ടോ, ഇത് ആക്ച്വലി ഞങ്ങൾ മസ്മെലം കഴിച്ചപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ കുരു കൊണ്ടുവന്ന് ഇവിടെ ഇട്ടതാണ്. പക്ഷെ അത് വളർന്ന് ഇപ്പം ചെടിയായി അതിന് പൂവ് ഇട്ടിട്ടുണ്ട്. മിക്കവാറും ഉടനെ മസ്മെലം നമുക്ക് കിട്ടും അത്. പിന്നെ ഇത് പനിക്കൂർക്കയാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന മുളകാണ്, ഗ്രീൻ ചില്ലിയാണ്. ഇതിങ്ങനെ വൈറ്റ് പൂവ് ഉണ്ടാവുന്നത്, മൊട്ടിട്ടിട്ടുണ്ട്. വൈറ്റ് പൂവ് ഉണ്ടാവുന്നത് ഇത് കണ്ടോ, പൂവുണ്ടോ, ഈ വൈറ്റ് പൂവിൻ്റെ ഇതാണ്. ഇത് ഒരുപാട് നിറച്ചുണ്ടാവും കേട്ടോ ഈ വൈറ്റ് പൂവ്. ഇവിടെ ഇരുന്നാണ് ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ച് ഈവനിങ് അല്ലെങ്കിൽ സൺറൈസ്, മോസ്റ്റ്ലി സൺറൈസ് ടൈമിലാണ് ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്തിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പാർട്ടീഷൻ പോലെ വെച്ചാണിത്. ഒരു ഭംഗിയുമാണ് ഇതിങ്ങനെ ഒരു വുഡൻ ഒരു ഇത് വയ്ക്കുമ്പോൾ. പക്ഷെ അതേസമയം ഇതൊരു വഴിയായിട്ടും കൂടിയാണ് അങ്ങനെ ഇരിക്കുകയാണ്.
പിന്നെ ഇത് ഞങ്ങൾ 4 കളറ് ബോഗിയൻവില്ല ഉണ്ട് ഇതിൽ. ഇതിങ്ങനെ കോണിക്കൽ ഷേപ്പിൽ ചെയ്തെടുത്തേക്കാണ് കേട്ടോ. ഇത് ഇതിപ്പോൾ പൂവിടാൻ തുടങ്ങിയിട്ടുള്ളത്. ഫുള്ള് പൂവാകും, പല കളറിൽ പൂവാകും. നല്ല രസമാണ് ഇത് കാണാൻ. പിന്നെ ഇത് നിങ്ങൾ കണ്ട ഒരു 10-50 നാരങ്ങ ഇപ്പം തന്നെ ഇതിലുണ്ട്. ഇത് ഞങ്ങളുടെ ലൈം ട്രീ ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാൻ. ഒന്നും ഞാൻ പറിക്കില്ല, അങ്ങനെ വയ്ക്കും. പറിക്കാനായിട്ടില്ല, പക്ഷേ ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ. കുറേ ലൈമൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചാമ്പയ്ക്കാണ് കേട്ടോ. ചാമ്പയ്ക്കയിൽ പൂവായിട്ടുള്ളൂ, ഇത് വന്നിട്ടില്ല കേട്ടോ. ഈ ചാമ്പയ്ക്ക ഇങ്ങനെ നിൽപ്പുണ്ട്. ഇത് പൂച്ചെടിയാണല്ലോ, ഇതിൻ്റെ പേരെന്തുമായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി. ഒരു പൂവിടുന്നൊരു ചെടിയാണ്. പിന്നെ ഇത് നമ്മുടെ മാവാണ് കേട്ടോ. ഇത്രയും ചെടികൾ നോക്കുമ്പോൾ പിന്നെ മാവില്ലാണ്ട് പറ്റൂലല്ലോ. അതെ, മാങ്ങയാണ്. മാങ്ങയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ, ഇത്ര ചെറിയ മാവിൽ തന്നെ. ഇതും ഒരു ചെടി. ഇതൊക്കെ ചെടികളാണ്. ഇത് ചെമ്പകമാണ്. ഇവിടെ ഇന്ന് പൂവുണ്ട് കേട്ടോ ചെമ്പകത്തിന്. ചെമ്പകം ആണ്. പിന്നെ ഇതൊരു ടൈപ്പ് മുല്ലയാണ് ആക്ച്വലി, കുറ്റിമുല്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ മൊട്ടിട്ടിട്ടുണ്ട്, പൂവ് ആയിട്ടില്ലേ. ഇത് അലോവേറയാണ്. അലോവേറ ആക്ച്വലി ഭയങ്കര വെയിൽ വന്നിട്ട് ഇതൊന്നും മഞ്ഞച്ച് വന്നായിരുന്നു, പക്ഷേ ഇതിപ്പോൾ റിവൈവായി, ഇപ്പോൾ ഓക്കെയാണ്. ഇത് നമ്മുടെ ഇലച്ചെടിയാണ് ഇതൊക്കെ. ഇതെല്ലാം ഇത് ഹിബിസ്കസ് ആണ്, ചെമ്പരത്തിയാണ്. ഇതിൽ പൂവുണ്ടായിരുന്നു, പക്ഷെ അത് പോകാൻ തുടങ്ങി. ഇത് കണ്ടോ തുടങ്ങി. പിന്നെ ഇതും നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലെ തന്നെ 3 വെറൈറ്റീസ് ഉള്ള ഒരു ബോഗൻവില്ലയാണ്. കോണിക്കൽ ഷേപ്പിലാണ് ഇതിലും ഉള്ളത്. ഇതിലൊക്കെ പൂവ് വരാൻ തുടങ്ങിയിട്ടുള്ളൂ. 2-3 ദിവസം കഴിയുമ്പോൾ ഇതിൽ മൊത്തം പൂവാവേ. പിന്നെ ഇതൊരു ഒരു കുഞ്ഞു തൈ കുത്തിയതാണ് ഞങ്ങൾ മിൻറ്റിൻ്റെ. പക്ഷെ ഇതിപ്പം നല്ല വലുതായി കേട്ടോ മിൻറ്റ്. ഇത് റോസാപ്പൂവാണ്. റോസാപ്പൂവിൽ ഒന്നരാടം വെച്ച് എന്നും പൂവുണ്ടാവുന്നതാണ്. ഇതിപ്പോൾ കൊഴിഞ്ഞു തുടങ്ങി പൂവൊക്കെ. ഒടുക്കത്തെ വെയിലാണ് കേട്ടോ. ആ വെയിലത്തൊന്ന് വാടിയതാണ്. അപ്പോൾ ഇതിനെ ഞങ്ങളിവിടെ മാറ്റി ശുശ്രൂഷിക്കാൻ വച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പൊക്കത്തൊക്കെ ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. ഇനി കുറച്ചും കൂടി ഞങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നുണ്ട്. ഞങ്ങളിവിടെ ഒരു ലോൺ സെറ്റപ്പ്, ആർട്ടിഫിഷ്യൽ ലോണൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ അതൊക്കെ നടക്കുകയാണ്. പിന്നെ ഈ മുകളിൽ കാണുന്നതൊക്കെ ഞങ്ങൾ തന്നെ, ഞാനും ഐസക്കും കൂടി ചെയ്യിപ്പിച്ചാണ് കേട്ടോ. ഇത് ഇതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡ് ഷീറ്റ്സ് ഒക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതെല്ലാം ഞങ്ങൾ ഐക്യെന്നാണ് കേട്ടോ. ഈ മറ്റേ വുഡൻ ഇൻ്റർലോക്സും കാര്യങ്ങളൊക്കെ ഐക്യെന്ന് വാങ്ങിച്ച് ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്തതാണ്. ഇതൊക്കെ ഐക്യെന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. അവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ നോക്കി നിങ്ങൾക്ക് സൺറൈസൊക്കെ കാണാം കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ എന്നും വന്ന് സൺറൈസൊക്കെ പറ്റുന്ന ദിവസങ്ങളൊക്കെ കാണലുണ്ട്. തുളസിയാണ്. തുളസി ഇങ്ങനെ വരുന്നേ ഉള്ളൂ, നല്ല വലുതായിട്ട്. അപ്പം അത്രേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ഗാർഡൻ. പൊരിഞ്ഞ വെയിൽ, ഇവിടെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ വന്നപ്പോൾ കേട്ടോ. കാല് കുത്താൻ പറ്റില്ല, അത്രയും വെയിലുള്ള സ്ഥലം. ഞങ്ങൾ ഷീറ്റൊക്കെ അടിച്ച് ഇത്രയും പ്ലാന്റ്സൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണുന്നത്. ഞങ്ങൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് സംസാരിച്ച് ചായയൊക്കെ കുടിച്ചിരിക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ ചൂട് വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ ഇത്രയും മരങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ രാവിലെ കിളികളൊക്കെ വന്നിരിക്കും കേട്ടോ. ഇവിടെയൊക്കെ നല്ല രസമാണ് ഈ ഒരു സ്പേസ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഗാർഡൻ. ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ. ഇതുണ്ടോ സൺറൈസാണ്. അവിടെ നിന്ന് ഇങ്ങനെ സണ്ണ് റൈസായി വരുന്നതല്ലേ. 4:50 AM ആയിട്ടുള്ളൂ ഇവിടെ. അപ്പോൾ അത്രേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.